ഞാൻ ബാറോസ്, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നിധി കാക്കുന്ന ഭൂതം. സിനിമയിൽ നമുക്കൊരു അവസരം കിട്ടിയിട്ടില്ലെങ്കിൽ മാർക്കോയ്ക്ക് ഒരു വെല്ലുവിളിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ണിയും കാര്യങ്ങളൊക്കെ എൻ്റെ ഭാര്യയാണ് എനിക്കെല്ലാം സെറ്റ് ചെയ്തത്. എൻ്റെ ആട്ടം ഓടി തന്നെയാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ. ഞാൻ ഈ കോസ്റ്റ്യൂം എടുത്തിട്ട് വളരെ കഷ്ടപ്പെടാം. 3 ദിവസം 100 കോടി 200 കോടി 300 കോടിയൊക്കെ കഴിഞ്ഞ് ചില ഇന്ന് ലാലേട്ടൻ്റെ അതിഗംഭീരമായ ബാറോസ് എന്നുള്ള സിനിമ ഇന്ന് റിലീസാവുകയാണ്. ഇന്ന് ലാലേട്ടൻ ആറാട്ടും, അതിൽ യാതൊരുവിധ സംശയമില്ലെന്നാണ് നമ്മുടെ പ്രേക്ഷകരായ ഒരു ലാലേട്ടൻ ഫാൻ എന്നുള്ള നിലയ്ക്കുള്ള എൻ്റെ ഒരു എന്താ പറയുക, ലാലേട്ടൻ സ്വന്തമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്ന ഒരു പടവും കൂടെയാണ്. എന്തായാലും ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് ലാലേട്ടൻ എന്തായാലും കുട്ടികൾക്കുള്ള സിനിമ എന്നൊക്കെയാണ് പറയുന്നത്. എന്നാലും നല്ലൊരു സിനിമയായിരിക്കും, വലിയവർക്കും കണ്ട് ഒരുപാട് രസമായിട്ടുള്ള ഒരു പടമായിരിക്കും ഇന്ന് ലാലേട്ടൻ്റെത്. അതുപോലെ തന്നെ ഈ ക്രിസ്മസ് ദിനത്തിൽ ഇന്ന് നല്ലൊരു ദിനമായിട്ട് ലാലേട്ടൻ്റെ ഏറ്റവും നല്ല ഹിറ്റ് പടങ്ങളെല്ലാം ഈ ക്രിസ്മസിനാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് ബാറോസിൻ്റെ ഒരു കോസ്റ്റ്യൂമായിട്ട് ഞാനിവിടെ വന്നിരിക്കുകയാണ് തിയേറ്ററിൽ പോകാനായിട്ട്. ഞാൻ ബാറോസ്, നിധി കാക്കുന്ന ഭൂതം. ഇത് മാർക്കോയ്ക്ക് ഒരു വെല്ലുവിളിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ണിയും മോന്തൻ്റെ ഒരു പാവമാണ്. അതുകൊണ്ട് പിന്നെ അത് ഒരു വെല്ലുവിളിയാണ് എന്ന് പറയാൻ കാര്യം, ലാലേട്ടൻ്റെ പടമല്ലേ, ലാലേട്ടൻ്റെ പടമാകുമ്പോഴത്തേക്ക് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. എന്തായാലും നല്ലതാവട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കാം. എന്താ റെക്കോർഡ് പടം കയറി കൊളുത്തി കഴിഞ്ഞാൽ പിന്നെ ബ്ലോക്ക് നമ്മുടെ ഏറ്റവും കൂടുതൽ എന്താ പറയുക 100 കോടി 200 കോടി 300 കോടിയൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ ഈ പടം അടിക്കട്ടെ എന്നുള്ള പ്രാർത്ഥന ഉണ്ട്. അത് ലാലേട്ടനെ കൊണ്ട് മാത്രമേ പറ്റൂ. പിന്നെ തീർച്ചയായും കാര്യം ഞാൻ ഈ സിനിമ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ പിള്ളേരെ കൊണ്ടൊന്ന് കാണിക്കാനുള്ളൊരു പരിപാടി. കാര്യം കൂടുതൽ ഈ പടം പ്രേക്ഷകരായിട്ടുള്ള അത് എന്താ പറയുക, ഏറ്റവും കൂടുതൽ കുട്ടികളാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ പടം ഏറ്റെടുക്കാനായിട്ട് പോകുന്നത്. കാര്യം അങ്ങനെയുള്ളൊരു പടമാണ്. കാര്യം നമ്മുടെ മലയാളത്തിലെ ഒരു മഹാനടൻ എന്ന് പറയുമ്പോൾ ലാലേട്ടൻ ഒരു 3D ചിത്രം ചെയ്യുന്നതാണ്. അത് ഫസ്റ്റ് ഡയറക്ഷൻ ചെയ്യുന്ന ഒരു 3D ചിത്രം, അതിനൊരു പ്രത്യേക കഴിവ് തന്നെയാണ്. നിങ്ങൾക്കറിയാം ഈ കോസ്റ്റ്യൂം എടുത്തിട്ട് വളരെ കഷ്ടപ്പെടാം. 3 ദിവസം കൊണ്ടാണ് ഞാൻ ഈ കോസ്റ്റ്യൂം എടുക്കാൻ വേണ്ടി പോയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൈസ ഇതുവരെയായിട്ടും തികഞ്ഞിട്ടില്ല. എന്നാലും ഞാൻ ഈ കോസ്റ്റ്യൂമിലേ വരുള്ളൂ. കാര്യം നമ്മൾ ഒരിക്കലും ഒരു നടൻ്റെ പടം നമ്മൾ ഇല്ലാതാക്കാൻ പറയാൻ പാടില്ല. അതുകൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോസ്റ്റ്യൂമൊക്കെ എല്ലാം കൂടെ തന്നെ എങ്ങനെ പോയാലും ഒരു 1800 രൂപയ്ക്കകത്താവും. ഇത് ഇത്രയും എൻ്റെ ആട്ടം ഓടി തന്നെയാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഒപ്പിച്ചെടുത്തിട്ടുള്ളത്. എൻ്റെ ഈ ആട്ടം ഓടിയാണ് ഞാനിത് അത്രയും സെറ്റ് ചെയ്തിട്ടുള്ളത്. കാര്യം നമ്മുടെ ജീവിത മാർഗ്ഗമാണ്. അത് തന്നെയാണ് എന്നെ ഓരോ കാര്യത്തിനും എന്നെ മുൻഗണനയായിട്ട് കൊണ്ടുപോകുന്നത്. അതുപോലെ ഈ കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ എൻ്റെ ഭാര്യയാണ് എനിക്കെല്ലാം സെറ്റ് ചെയ്ത് തരുന്നതും അവളാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത്. പിന്നെ നമ്മുടെ ഒരു ടീച്ചറുണ്ട്, നിത്യ എന്ന് പറയുന്ന ഒരു ടീച്ചറുണ്ട്. അവരെ എനിക്ക് ഫുൾ സപ്പോർട്ടാണ്. അവർ ഒരുപാട് സപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ നാളെ എനിക്ക് കോസ്റ്റ്യൂം കൊടുക്കാൻ പറ്റുള്ളൂ. 1800 രൂപയായി. അത്രയും കഷ്ടപ്പെട്ട് തന്നെയാണ് ഞാൻ വരുന്നത്. എന്തായാലും സിനിമയിൽ നമുക്കൊരു അവസരം കിട്ടിയിട്ടില്ലെങ്കിലും ഇത്രയും ജനങ്ങൾ എൻ്റെ ഒരു വീഡിയോ കാണുന്നുണ്ടല്ലോ എന്നുള്ളൊരു ഉറപ്പ് എനിക്കുണ്ട്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ അങ്ങനെയെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റുന്നതിൽ എനിക്ക് വളരെ ഒരു സന്തോഷമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്.